കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം രാമനാട്ടുകരയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പോകുമ്പോഴാണ് അത്താഹുർ റഹ്മാന് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടാവുന്നത്. യാത്രയ്ക്കിടെ വായിക്കാൻ ബെന്യാമിന്റെ ആടുജീവിതം കയ്യിൽ കരുതിയിരുന്നു. ബസ്സിൽ തിരക്കായതിനാൽ പുസ്തകം സീറ്റിന് മുകളിലെ റാക്കിൽ വെച്ചു. ഓട്ടത്തിനിടെ പുസ്തകം താഴേക്കൊന്നു വീണു. മറ്റൊരു യാത്രക്കാരന്റെ ദേഹത്ത് തട്ടിയെന്ന് പറഞ്ഞ് ബസ് ജീവനക്കാരൻ ചെയ്തത് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ സീറ്റില്ലാത്തോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബുക്ക് ബസ്സിന് റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യങ്ങാടി എന്ന സ്ഥലത്ത് എത്താറായപ്പോൾ ആരുടെ ദേഹത്തേക്ക് ബുക്ക് വീണെന്ന് പറഞ്ഞ് കണ്ടക്ടർ ബുക്ക് എടുത്ത് വലിച്ചെറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്ത് എന്നെ ബസ്സിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കി വിടുണ്ടായത്. ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട് ഞാൻ അപ്പോൾ ബുക്ക് തപ്പി അതിനുള്ളിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഹൈവേ പോലീസ് ആ വഴി പോയി ഞാൻ അവരെ കൈ കാണിച്ച് നിർത്തിച്ച് ഈ സംഭവം അവരോട് പറഞ്ഞ് അവർ അപ്പം തന്നെ എനിക്ക് ആ വണ്ടിയുടെ ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റും ബാക്കി ഇൻഫർമേഷൻസ് എനിക്ക് പെട്ടെന്ന് അവരെടുത്ത് തന്ന് അവരെന്നെ പറഞ്ഞ് ഫറൂഖ് സ്റ്റേഷനിൽ പോയിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പോലീസിന്റെ ഇടപെടലിൽ ബസ് ജീവനക്കാരനെ കൊണ്ട് തന്നെ ബികോം വിദ്യാർത്ഥിയായ അത്താഹുർ റഹ്മാന് പുസ്തകം വാങ്ങിച്ചു നൽകി. നീതികേടിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലുവ സ്വദേശിയായ അത്താഹുർ റഹ്മാൻ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയാണ് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. നയൻതാര എന്തൊരു രസികെന്നും പറയാമല്ലോ, ഒരു മര്യാദയില്ലായ്മയാണ് അദ്ദേഹം ചെയ്തത്. ഒരു പുസ്തകം വീണ് അത് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരും ചെയ്യുന്നതല്ല. എന്താണ് പിന്നീട് ഈ പ്രതികരണങ്ങളൊക്കെ വന്നത്? പോലീസുകാരുടെ ഒരു നല്ല പിന്തുണ ചെറുപ്പക്കാരനെ കിട്ടിയല്ലേ? കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ ബികോം വിദ്യാർത്ഥിയായ അത്താഹുർ റഹ്മാനാണ് ഈ ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രം. അതായത് രണ്ട് ദിവസം മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. അത്താഹുർ റഹ്മാന് കോളേജുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ കരിപ്പൂരിൽ നടക്കുന്നു. രാമനാട്ടുകരയിൽ നിന്നും കരിപ്പൂരിലേക്ക് ബസ് കയറാണ്. ബസ്സിൽ സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അത്താഹുർ റഹ്മാന് യാത്രക്കിടയിൽ പുസ്തകം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ശീലം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അന്ന് യാത്രയ്ക്ക് കൊണ്ടുപോയത് ബെന്യാമിന്റെ ആടുജീവിതമായിരുന്നു. അങ്ങനെ ബസ്സിൽ തിരക്കായതുകൊണ്ട് അദ്ദേഹത്തിന് കയ്യിൽ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബസ്സിന്റെ റാക്കിൽ പുസ്തകം വെച്ചു. ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പുസ്തകം സമീപത്തുണ്ടായിരുന്നാൽ ഇരിക്കുന്ന ഒരാളുടെ ദേഹത്ത് വീഴാണ് ചെയ്തത്. അങ്ങനെ ഈ പുസ്തകം വീണതിനെ ചൊല്ലി വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നു. ബസ് ജീവനക്കാരൻ കണ്ടക്ടർ ഇതിൽ ഇടപെടുകയാണ്. എന്താണ് അദ്ദേഹത്തെ പ്രകോപിച്ചത് എന്നറിയില്ല. പുസ്തകം പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്തത് ബസ് ജീവനക്കാരൻ. അങ്ങനെ ഇത് ചോദ്യം ചെയ്ത അത്താഹുർ റഹ്മാനും സുഹൃത്തും കണ്ടക്ടറുമായി വീണ്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഈ അതായത് അത്താഹുർ റഹ്മാനെയും സുഹൃത്തിനെയും ബസ് ജീവനക്കാരൻ പുറത്ത് ഇറക്കി വിടുന്നു. സമീപത്തുകൂടി കടന്നുപോയ ഹൈവേ പോലീസിനോട് വിവരം പറയുകയാണ് ഈ സുഹൃത്തുക്കള്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹൈവേ പോലീസ് ഇവർക്ക് കളക്ട് ചെയ്ത് കൊടുത്തു. തുടർന്ന് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ കേസ് റിട്ടേൺ ഒരു പരാതി കൊടുത്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫറൂഖ് പോലീസിൻ്റെ ഇടപെടലിൽ ഈ ബസ് ജീവനക്കാരനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് ഈ ആടുജീവിതം പുസ്തകം തന്നെ വാങ്ങാൻ പറയുകയും അത്താഹുർ റഹ്മാന് നൽകുകയാണ് ചെയ്തത്. ഈ പുസ്തകം യാത്രക്കിടയിൽ പുസ്തകം കൊണ്ടുവന്ന അത്താഹുർ റഹ്മാനും അതുപോലെ തന്നെ പുസ്തകം വലിച്ചെറിഞ്ഞ ബസ് ജീവനക്കാരനും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ, വലിച്ചെറിഞ്ഞ പുസ്തകം ആർക്കാണോ കിട്ടിയത് എന്നറിയില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളെ വിവരം അറിയിക്കുക. നമ്മൾ എല്ലാവരും അറിയട്ടെ പുസ്തകം എവിടെയാണ് എത്തിയത് എന്നുള്ളത്. ഈ പുസ്തകം അതിനിടയിൽ അത്താഹുർ റഹ്മാനും സുഹൃത്തും നമ്മളൊരു പുസ്തകത്തെ അറിവിന്റെ ഭണ്ഡാരമായാണ് ഓരോ പുസ്തകത്തെയും കാണുന്നത്. അപ്പോൾ അതുപോലെ ബഹുമാനത്തോടെയാണ് പുസ്തകങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും ആ കണ്ടക്ടർക്കൊരു ഒരു പിഴവ് സംഭവിച്ചോ, അബദ്ധമോ എന്തോ പറ്റി അദ്ദേഹം തിരുത്തലും വരുത്തിയിട്ട് പുസ്തകം വാങ്ങിച്ചു കൊടുത്തു. ഇനി വലിച്ചെറിയാതിരിക്കട്ടെ അല്ലേ?